വീട്ടിൽ ബ്രെഡും ചിക്കനും ഉണ്ടോ? എന്നാൽ വാ പെട്ടെന്നൊരു ചിക്കൻ റോൾ ഉണ്ടാക്കാലോ. വളരെ ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചിക്കൻ റോളാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. കൂടുതൽ ചേരുവകളൊന്നും വേണ്ട ഇതിന്. ഒരു 150 ഗ്രാം എല്ലില്ലാത്ത ചിക്കനും ഒരു മീഡിയം സൈസ് 4-5 ഉള്ളിയും കൂടി മതി. ഉള്ളി വളരെ പൊടിയായിട്ട് തന്നെ അരിഞ്ഞെടുക്കണേ, എന്നാലേ നമുക്ക് മസാല പെട്ടെന്ന് വെന്ത് കിട്ടും. പിന്നെ വേണ്ടത് വേവിച്ച ചിക്കനാണ്. ചിക്കൻ നല്ലവണ്ണം വേവിച്ചെടുത്ത് ഇതുപോലെ തന്നെ പൊടിയായി അരിഞ്ഞെടുക്കണേ, അല്ലെങ്കിൽ മിക്സിയിലായാലും മതി. അധികം അരിഞ്ഞു പോകാതെ നോക്കണം. അങ്ങനെ ചിക്കനും കൂടി പൊടിയായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 4-5 പച്ചമുളകാണ്. പച്ചമുളക് വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടി മതി, അതും വളരെ പൊടിയായിട്ട് തന്നെ അരിഞ്ഞെടുക്കണേ. എല്ലാം പൊടിയായി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊരു പാത്രം വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മതി. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നാൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കണേ. നെയ്യ് ചേർത്താലേ മസാലക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി നെയ്യ് ഇല്ലെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നെയ്യ് ചേർത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും. നമ്മൾ ചിക്കൻ റോളിനുള്ള ഫില്ലിങ് ഇങ്ങനെയാണ് ഉണ്ടാക്കാറ്. പിന്നെ നിങ്ങൾക്ക് വേറെ ടേസ്റ്റ് വേണമെങ്കിൽ നിങ്ങളെ ഇഷ്ടത്തിലും ഫില്ലിങ് ഉണ്ടാക്കിക്കോളൂ. ഇത് അടിപൊളി ടേസ്റ്റായ ഒരു ഫില്ലിംഗ് ആണ്. അങ്ങനെ നെയ്യും വെളിച്ചെണ്ണയും എല്ലാം നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പൊടിയായി അരിഞ്ഞു വെച്ച ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി നന്നായി വഴറ്റിയെടുക്കണം. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി വഴറ്റിയെടുക്കണം. ഈ റെസിപ്പി കുറേ നാളായി നമ്മളോട് പലരും ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഇതിൻ്റെ ഫില്ലിങ്ങും ഡോ എല്ലാം എങ്ങനെയാണ് ഉണ്ടാക്കലെന്ന്. പറഞ്ഞു കൊടുത്താൽ ഇത് മനസ്സിലാവില്ലായിരിക്കും. അതുകൊണ്ടാണ് ഇത്രയും വ്യക്തമായി പറയുന്നത്. ഇത് ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് മാത്രമാണ്. ഇഞ്ചിയൊക്കെ നന്നായി മൂത്ത് വന്നപ്പോൾ നമ്മൾ അതിലേക്ക് പൊടിയായി അരിഞ്ഞു വെച്ച ഉള്ളി കൂടി ചേർത്ത് നന്നായി ഒന്നിച്ച് വഴറ്റിയെടുക്കണേ. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഇത് ഉണ്ടാക്കാൻ അറിയുന്നവർക്ക് വളരെ ഈസിയാണ്. അറിയാത്തവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. 2-3 പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയാൽ ഒക്കെ ശരിയാവും. ആദ്യമൊക്കെ നമ്മളും ഇങ്ങനെ തന്നെയായിരുന്നു. കുറേ ഫ്ലോപ്പായി പോയിരുന്നു. പിന്നെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് എല്ലാം ശരിയായി വന്നത്. ഇപ്പോൾ 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിതുണ്ടാക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ അരിഞ്ഞു വെച്ച പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് മൂടി വെച്ച് വേവിക്കണേ. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. പിന്നെ വീണ്ടും നന്നായി വഴറ്റി പിന്നെ അതിലേക്ക് നമ്മൾ പൊടിയായി ചതച്ച് വെച്ച ചിക്കനും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ചേർത്ത് വീണ്ടും നന്നായി ഒന്ന് വഴറ്റിയെടുക്കണേ. ഉപ്പൊക്കെ വളരെ കുറച്ച് മതിയേ. ഉപ്പ് കൂടിപ്പോയാൽ പിന്നെ അതിലേക്ക് വെള്ളം ചേർത്തിട്ടൊന്നും നമുക്കൊന്നും റെഡിയാക്കാൻ പറ്റൂല. അതുകൊണ്ട് ഉപ്പ് വളരെ സൂക്ഷിച്ചിട്ട് കൊടുത്താൽ മതി. അങ്ങനെ എല്ലാം നന്നായി മിക്സ് ചെയ്ത് പിന്നെ നമ്മൾ അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ മസാലപ്പൊടിയും ഗരം മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. അതാകുമ്പോൾ എല്ലാ മസാലകളും അതിൽ ചേർന്നല്ലോ. പിന്നെ ഒരു ചെറിയ സ്പൂൺ കുരുമുളക് പൊടിയും, അത് ക്രഷ് ചെയ്തതാണ്. അധികം പൊടിഞ്ഞിട്ടില്ല, ഒരു ക്രഷ് ചെയ്തിട്ടാണ് ചേർത്തത്. എന്നാൽ ഈ മസാലയിൽ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. എനിക്കിഷ്ടം ഇത് ചൂടോടെ കഴിക്കുന്നതല്ലേ. ഇത് ഉണ്ടാക്കി വെച്ച് 1 മണിക്കൂറെല്ലാം കഴിഞ്ഞ് അതിൻ്റെ മസാലയെല്ലാം നല്ലവണ്ണം സെറ്റായി കഴിഞ്ഞാൽ കഴിക്കുന്നതാണ് എനിക്കിഷ്ടം. അങ്ങനെ കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റും എനിക്ക് തോന്നിയത്. നിങ്ങളിത് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ വീണ്ടും എല്ലാ മസാലകളിലും ചേർത്ത് ഒന്നുകൂടി അടച്ച് വെച്ച് എല്ലാം ഒന്ന് സെറ്റായി വരട്ടെ. പിന്നെ ഇത് ചിക്കൻ്റെ മാത്രമല്ല, ചിക്കൻ കഴിക്കാത്തവർ ബീഫിൻ്റെതോ ചെമ്മീൻ്റെതോ എന്ത് മസാല ആയാലും അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ മറ്റുള്ള മസാലക്കൂട്ടൊക്കെ ഇത് തന്നെ ആയിരിക്കണം. ഇത് നമ്മൾ കുറച്ച് നാൾ കൊറോണ സമയത്ത് കുറച്ച് നാൾ ബേക്കറിയിൽ കൊടുത്തിരുന്നു. നല്ല ഡിമാൻഡായിരുന്നു ആ സമയത്ത്. പിന്നെ കുറേ കല്യാണ വീട്ടിലേക്കും ഒക്കെ കൊടുത്തിരുന്നു. എല്ലാവരും നല്ല അഭിപ്രായമായിരുന്നേ പറഞ്ഞത്. പിന്നെ നമുക്ക് ടൈമില്ലായിരുന്നു. അങ്ങനെ നമ്മളെ മസാല ഒക്കെ സെറ്റായി വരുന്നുണ്ട്. അതിലേക്ക് നമ്മൾ അവസാനമായി ചേർത്തത് മല്ലിയിലയാണ്, കറിവേപ്പിലയല്ല. മല്ലിയില തന്നെ ചേർത്ത് കൊടുക്കണം, എന്നാലേ നമ്മൾ ഈ മസാല റെഡിയായിട്ട് വരുവേ. അങ്ങനെ എല്ലാം നന്നായി വീണ്ടും വഴറ്റി മല്ലിയില കൂടി ചേർത്ത് കൊടുത്ത് നമ്മൾ തീ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മസാലയൊക്കെ നന്നായി തണുത്ത് വരട്ടെ. മസാല തണുക്കാതെ
ഫില്ല് ചെയ്യാൻ നോക്കണ്ടേ, നമ്മളെ ദോശ പൊട്ടിപ്പോവും ചൂടോടെ ഫില്ല് ചെയ്യാൻ നോക്കിയാൽ. ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്ക് ഡോ ശരിയാക്കലാണ്. ഇതാണ് ശരിക്കും അളവ് കറക്റ്റായിട്ട് പഠിക്കേണ്ടത്. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 400 അല്ലെങ്കിൽ 300 ഗ്രാം ആയാലും കുഴപ്പമില്ല. നമുക്ക് കുറച്ച് ദോശ ബാക്കി വന്നിരുന്നു, അതുകൊണ്ട് നിങ്ങൾ 300 ഗ്രാം എടുത്താൽ മതി. മൈദ 2 മുട്ട ചേർത്ത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മൈദയും ചേർത്ത് പിന്നെ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് നന്നായി ഒരു വിസ്ക് വെച്ചിട്ട് കട്ടയൊക്കെ നന്നായി പോയ ശേഷം ഒന്ന് മിക്സിയിൽ നന്നായി അടിച്ചെടുക്കണേ. ഒരു തരി കട്ട പോലും ഉണ്ടാകാൻ പാടില്ല. കട്ട ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ദോശ ചുട്ടാൽ ശരിയാവേ ചെയ്യില്ല. അതുകൊണ്ടാണ് പ്രത്യേകം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത്. ഒന്നും തോന്നരുത്. ഞാൻ പറയുന്നത് പോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളി റോളാക്കി എടുക്കാൻ പറ്റും. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. 1-2 പ്രാവശ്യം ശരിയായിട്ടില്ലെങ്കിൽ വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കണം. അത് ഏത് കാര്യമായാലും അങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടേ ഇരുന്നാലേ എല്ലാം ശരിയായി കിട്ടും. പുറത്തുനിന്ന് വാങ്ങുന്ന രുചിയേ അല്ല നമ്മളെ റോളിനുള്ളത്. ഇത് പ്രത്യേക ഒരു ടേസ്റ്റുള്ള റോളാണ്. എനിക്കിതുവരെ പുറത്തുനിന്ന് നമ്മളെ റോള് പോലത്തെ ഒരു ടേസ്റ്റുള്ളത് കിട്ടിയിട്ടേ ഇല്ല. അങ്ങനെ നമ്മൾ ഡോ എല്ലാം ശരിയായി കറക്റ്റ് അളവിൽ തന്നെ ശരിയാക്കണേ. അധികം കട്ടിയാകാനും പാടില്ല, എന്നാൽ അധികം നേർത്തതാകാനും പാടില്ല. ഇതേ അളവിൽ തന്നെ ഡോ ഉണ്ടാക്കാൻ നോക്കണം. പിന്നെ ദോശക്കല്ലില്ലേ, അത് വളരെ കുറച്ച് തീയിൽ വെച്ചാൽ മതിയേ. അധികം ചൂടായി കഴിഞ്ഞാൽ ദോശ ഇങ്ങനെ കിട്ടില്ല, ചുരുണ്ടു പോവും അല്ലെങ്കിൽ പൊട്ടിപ്പോകും. പിന്നെ ഈ ദോശയില്ലേ, ഇതിങ്ങനെ പരത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മൾ എടുക്കണേ. കുറച്ച് കൂടി വെന്ത് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് റോളാക്കി എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറയുന്നത്. പെട്ടെന്ന് എടുത്ത് തന്നെ പെട്ടെന്ന് ചൂടോടെ തന്നെ റോളാക്കുകയും ചെയ്യണം. ഇനി നമുക്ക് റോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. കണ്ടോ, ചൂടോടെ തന്നെ ദോശ എടുത്ത് ഒരു പ്ലേറ്റോ ഒരു മൂടിയോ എന്തോ വെച്ച് അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല ഒരു സ്പൂണ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ ദോശ മുറിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ദോശയിലേക്ക് മസാല ഇങ്ങനെ ഇട്ട് കൊടുത്ത് 2 സൈഡും മടക്കി ഇങ്ങനെയാണ് ചെയ്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് ഒന്ന് റോള് ചെയ്തെടുത്താൽ മതി. ചൂടോടുള്ള ദോശ ആയതിനാൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കും. പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ച മുട്ടയുടെ 2 മുട്ട കൂടെ എടുത്ത് മിക്സിയിൽ നന്നായി അടിച്ചു വെച്ചതാണ് ആ പ്ലേറ്റിൽ കാണുന്നത്. അതിലേക്ക് നമ്മൾ റോള് മുക്കി വീണ്ടും റൊട്ടിപ്പൊടിയിലേക്ക് മുക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ റോളും അങ്ങനെ ചെയ്ത് വെച്ച ശേഷം നമ്മളൊരു കടായി വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തു. ഓയിലൊക്കെ നന്നായി ചൂടായി വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് റോളിട്ട് കൊടുക്കാം. നല്ലവണ്ണം ഓയിൽ ചൂടാവണേ. അങ്ങനെ ഓയിലൊക്കെ ചൂടായി വരുന്നുണ്ട്. നമുക്കതിലേക്ക് റോളിട്ട് കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായി വരണേ. ആദ്യം ചൂടായ ശേഷം മാത്രം റോളിട്ട് കൊടുത്താൽ മതി. പിന്നെ റോളൊക്കെ മുരിഞ്ഞ് വരുമ്പോൾ തീ കുറച്ച് കൊടുത്താൽ മതി. എന്നാൽ നല്ലവണ്ണം ക്രിസ്പി ആയി കിട്ടും. ഇപ്പോൾ കണ്ടില്ലേ, ഇനി ആരും റോൾ ഉണ്ടാക്കാൻ അറിയില്ലെന്ന് എന്നോട് പറയരുതേ. അതുകൊണ്ടാണ് ഇത്രയും വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു തന്നത്. ഇതേ മസാലയും ഇതേ മാവും കറക്റ്റ് അളവും മാവും എല്ലാം കൂടി റെഡിയാക്കിയെടുത്ത് ഇതുപോലെ അടിപൊളി റോള് നിങ്ങൾക്ക് കിട്ടും. എങ്ങനെയുണ്ട് നമ്മളെ റോൾ? ഇഷ്ടപ്പെട്ടോ? എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ ആ ബെല്ലൈക്കനും കൂടി ഒന്ന് അമർത്തിയേക്കണേ. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റും ലൈക്കും എല്ലാം ഒന്ന് ചെയ്തേക്കണേ. അപ്പം നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി വരുന്നത് വരെ ടാറ്റാ, ബൈ ബൈ.